5 കൊല്ലമായി ഇഴഞ്ഞിഴഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം UDF ഗവൺമെന്റ് 2011 മുതൽ 16 വരെ ഭരിച്ചപ്പോഴാണ് ദേശീയപാത ഈ കേരളത്തിൽ വേണ്ട എന്ന് എഴുതി കൊടുത്ത് സാക്ഷാൽ ഉമ്മൻചാണ്ടി തന്നെ പത്രസമ്മേളനം നടത്തി ആ പദ്ധതി ഉപേക്ഷിച്ചത്. അതുപോലെ തന്നെ നിരവധി വികസന പ്രവർത്തനങ്ങൾ, ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി അടക്കം ഈ കേരളത്തിൽ പൂർത്തീകരിക്കില്ല എന്ന് പറഞ്ഞ്, വേണ്ട എന്ന് പറഞ്ഞ്, ഇനി നടക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഉപേക്ഷിച്ച നിരവധി പദ്ധതികൾ നമ്മൾ കണ്ടു. ഇപ്പോഴോ ദേശീയപാത യുദ്ധകാലാടിസ്ഥാനത്തിൽ പണി പുരോഗമിക്കുന്നു. 2-3 സ്ഥലത്ത് ചെറിയ തരത്തിൽ ആ പണിയുടെ പാകപ്പിഴ വന്നപ്പോ എന്തായിരുന്നു കോൺഗ്രസുകാരുടെ ആക്രമണം? ഈ പദ്ധതി ഇവിടെ വേണ്ടെന്ന് പറഞ്ഞവരാണ്. അതുപോലെ തീരദേശ ഹൈവേ, മലയോര ഹൈവേ, അതുപോലെ എത്രയോ വികസന പ്രവർത്തനങ്ങൾ, ജലമെട്രോ, AI ക്യാമറ, അതുപോലെ തന്നെ ഫോണുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈസ്പീഡ് ഫൈബർ ഇന്റർനെറ്റ് കണക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. 50,000 ക്ലാസ് മുറികൾ ഹൈടെക് ആയി മാറി. ആരോഗ്യ രംഗത്ത് പുതിയ സമീപനങ്ങൾ. ചിറ്റൂർ ഒരു ഹോസ്പിറ്റൽ, താലൂക്ക് ആശുപത്രിയുടെ ഉദ്ഘാടനം, 7 നില കെട്ടിടം, അതുപോലെ തന്നെ ഡയാലിസിസ് സെന്ററും ഓപ്പറേഷൻ തിയേറ്ററും അടക്കം മൾട്ടിനാഷണൽ ഹോസ്പിറ്റലുകളെ വെല്ലുന്ന തരത്തിൽ ആരോഗ്യ രംഗത്തെ മാറ്റം. ഇതൊക്കെ സമീപ പ്രദേശങ്ങളിൽ കാണുമ്പോഴാണ് ഈ നമ്മുടെ മണ്ഡലത്തിൽ, അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൽ ഇത്തരത്തിലുള്ള വികസന വിരോധവുമായി കടന്നു പോകുന്നത്. മിനി സിവിൽ സ്റ്റേഷൻ അടക്കം അങ്കമാലി. ഇവിടെ ഇതിനു മുൻപ് LDF-ന്റെ MLA ജോസ് തെറ്റയിൽ ഇരിക്കുമ്പോൾ കൊണ്ടുവന്ന വികസന പ്രവർത്തനമല്ലാതെ ഞാൻ കൊണ്ടുവന്നതാണ് എന്ന് പറയാൻ ഏത് വികസന പ്രവർത്തനമാണ് നമ്മുടെ നാട്ടിൽ കാണിച്ചു തരാൻ കഴിയുക? ഒന്നുമില്ല. ഏറ്റവും അവസാനം ഇവിടെ സൂചിപ്പിച്ചില്ലേ, 2000-ലധികം ആപ്ലിക്കേഷനുകൾ പെൻഡിംഗ് നിൽക്കുകയാണ്. അത് ചിലപ്പോൾ പരാതിയാകാം, പെർമിഷൻ ആകാം, അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള അനുവാദം കിട്ടാനാകാം, മറ്റു തരത്തിലുള്ള അപേക്ഷയായി വരുമ്പോഴാണല്ലോ സാധാരണക്കാർ ഈ പഞ്ചായത്തിലേക്ക് വരുന്നത്. 2000-ലധികം ആപ്ലിക്കേഷൻ ഒരു പഞ്ചായത്തിൽ പെൻഡിംഗ് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥ വൃന്ദന്മാരെ ശരിക്കും ചലിപ്പിക്കാൻ ഇവിടുത്തെ ഭരണാധികാരികൾക്ക് കഴിയുന്നില്ലെങ്കിൽ ഇവരെയൊക്കെ പിന്നെ എന്ത് പണിക്ക് വിടണം? നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ മതി. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ അദാലത്തുകൾ സംഘടിപ്പിക്കും, പരാതി പരിഹാര ആഴ്ചകൾ മാറ്റിവെക്കും, ദിവസങ്ങൾ മാറ്റിവെക്കും. മന്ത്രിമാർ വരെ അദാലത്തിൽ വന്ന ദിവസങ്ങൾ ഇരിക്കുന്നു, മുഖ്യമന്ത്രി വരെ വന്നിരിക്കുന്നു. ആ സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ, അവർക്ക് കിട്ടേണ്ട അവസരം, അവരുടെ പരാതികൾ പരിഹരിക്കാനുള്ള ഒരു സംവിധാനം ഗ്രാമപഞ്ചായത്തിൽ പോലും ഉണ്ടാക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഈ പഞ്ചായത്തിന്റെ ഒരു ലക്ഷ്യം എന്താണ്? സ്ഥിതി എന്താണ്? ഗുരുതരമായ സാഹചര്യത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ പുതിയ മുഖ്യമന്ത്രി ആരാണെന്നുള്ള ചർച്ചയായി നടക്കുക. ഇന്നലെ ഒരാൾ പറഞ്ഞു, എന്റെ നേതൃത്വത്തിൽ ഒരുപാട് തെരഞ്ഞെടുപ്പ് ജയിച്ചിട്ടുണ്ട്, പക്ഷെ എന്നെ ആരും ക്യാപ്റ്റൻ എന്ന് വിളിച്ചിട്ടില്ല. അപ്പൊ പറയാണ്, ഞാൻ ക്യാപ്റ്റൻ, നീ മേജർ പദവി അടുത്തയാൾക്ക് കൊടുക്കുകയാണ്. രണ്ടുപേരും ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ MLA-മാര് പറഞ്ഞു, ഞങ്ങളും ഒരു വൈസ് ക്യാപ്റ്റന്മാരാണ്, മത്സരിച്ചുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഇപ്പോഴും കേരളത്തിൽ UDF-ന് 42 സീറ്റും LDF-ന് 98 സീറ്റും, കൃത്യമായി പറഞ്ഞാൽ കോൺഗ്രസും CPM എടുത്തു നോക്കിയാൽ CPM-ന് കിട്ടിയിരിക്കുന്ന സീറ്റ് കോൺഗ്രസിനുള്ള സീറ്റിന്റെ 3 ഇരട്ടിയാണ് എന്നും ആ യാഥാർത്ഥ്യം പൊതുവെ നിൽക്കുമ്പോഴാണ് ഒരു നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ ഉപതെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിന്റെ പശ്ചാത്തലത്തിൽ അഹങ്കാരത്തിന്റെ ആൾരൂപമായി കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അത് മുകളിലാണെങ്കിൽ താഴെ വരെ ഇതല്ലേ സ്ഥിതി? ഇവർക്ക് മണ്ഡലം ശ്രദ്ധിക്കാൻ, പഞ്ചായത്ത് ശ്രദ്ധിക്കാൻ, വാർഡ് ശ്രദ്ധിക്കാൻ ഒരു താല്പര്യമില്ല. ഇവിടെ പറഞ്ഞില്ലേ, ഏതോ റോട്ടിൽ കയറണമെങ്കിൽ ഏണി വെച്ച് കയറണമെന്നെല്ലാം. ഒന്ന് ആലോചിച്ചു നോക്ക്. സമയബന്ധിതമായി വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുക എന്നത് ഇച്ഛാശക്തിയോടെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ധൈര്യം ഇവർ കാണിക്കേണ്ടതില്ലേ? എല്ലാവർക്കും ചിലപ്പോൾ ഇതൊക്കെ അറിയണമെന്നില്ല, പക്ഷെ ചോദിച്ച് മനസ്സിലാക്കേണ്ടേ? മുൻ മെമ്പർമാർ, അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്ന് റിട്ടയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ, ഇതുപോലെ തന്നെ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്ന വിദഗ്ധന്മാരടക്കമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിൽ പോകാൻ ഈ പഞ്ചായത്തിന് അനുവദിക്കാൻ കഴിയില്ല. കാരണം കുറെ നാളായി തുടർച്ചയായി ഭരിച്ച് അഹങ്കാരത്തിന്റെ ആൾരൂപം, അതുപോലെ തന്നെ അഴിമതിയുടെ കേന്ദ്രമായി ഒരു വികസന പ്രവർത്തനവും നടത്തിയില്ലെങ്കിലും ആരും ചോദിക്കാനില്ല എന്ന മനോഭാവത്തിലേക്ക് ഇവർ എത്തിയെങ്കിൽ ഇവിടെയെല്ലാം കരുത്തു ജനങ്ങൾക്കാണ്. ആ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് അത്യുജ്വലമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ നടത്തുമ്പോൾ ആ പ്രക്ഷോഭങ്ങൾക്ക് മറുപടി പറയുവാനുള്ള ഉത്തരവാദിത്വം ഇവർക്കുണ്ട്. കാരണം ഇതൊരു സൂചനാ സമരം മാത്രമാണ്, ഒരു സമാധാനപരമായിട്ടുള്ള മാർച്ചും അതിന്റെ ഭാഗമായി ധർണയും. ഇതിൽ ഇത് തീരുന്നില്ല. കാരണം ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഓരോ ലാപ്സിനും, അതായത് ഓരോ കുറ്റവിലോപത്തിനും ഇവർ മറുപടി പറയേണ്ടി വരും. 10-15 കോടി രൂപ ഈ നാട്ടിലെ ജനങ്ങൾക്ക്, 14 വാർഡിലെ ജനങ്ങൾക്ക് ഏകദേശം കണക്ക് കൂട്ടിയാൽ ഒരു വാർഡിൽ 1 കോടി രൂപയോളം നഷ്ടപ്പെടുത്തുന്ന തരത്തിലാണ് കഴിഞ്ഞ 2.5 വർഷമായി ഇവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അത് 4 വർഷത്തെ കണക്ക് കൂട്ടിയാൽ, 4.5 വർഷത്തെ കണക്ക് കൂട്ടിയാൽ അതിലും വലിയ കണക്കായിട്ട് മാറും. ഒന്ന് ആലോചിച്ച് നോക്ക്. 2025-26 വർഷത്തേക്കുള്ള ഒരു കൃത്യമായിട്ടുള്ള ആസൂത്രണം പോലും
പോലും ഈ പഞ്ചായത്ത് നടത്താൻ മനസ്സ് കാണിക്കാത്ത പ്രസിഡന്റും മെമ്പർമാരും എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് ഇവരുടെ ലക്ഷ്യം? കാരണം എത്ര തുക ലാപ്സായി പോയാലും പോയിക്കോട്ടെ, ഒരു വികസന പ്രവർത്തനത്തിന്റെ അജണ്ടയും മുന്നോട്ട് വെക്കാനില്ല. ലാഭം വെച്ച് പോവുക. ഇവിടെ സൂചിപ്പിച്ചല്ലോ കിഴക്കമ്പലത്തെ മുതലാളി പറയുന്നത് പോലെ, ഇതൊക്കെ ജനങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്. ജനങ്ങളിൽ നിന്ന് പിരിച്ചു കൊണ്ടുപോകുന്ന നികുതിയുടെ വിഹിതമാണ്. അത് ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിയേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട് കുതിച്ചു മുന്നേറിക്കൊണ്ടിരിക്കുന്നു. വികസന മുന്നേറ്റത്തിന്റെ ഭാഗമായി ഒരു വിജ്ഞാന സമൂഹമായി നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നു. അതായത് ലോകത്ത് എവിടെയും കിട്ടുന്ന വിദ്യാഭ്യാസം ഈ കേരളത്തിൽ ഉറപ്പുവരുത്താൻ, ലോകത്തിൽ എവിടെയും കിട്ടുന്ന ജോലി ഈ കേരളത്തിൽ ഇരുന്നു കൊണ്ട് ആർജിക്കാൻ, അതോടൊപ്പം തന്നെ വികസിത രാജ്യങ്ങളുടെ അപ്പുറത്തേക്ക് നമ്മുടെ നാടിനെ കുതിച്ചു മുന്നേറാൻ ഉള്ള സാഹചര്യങ്ങൾ ഈ നാട്ടിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ആകെ പെൻഡിംഗ് ഉള്ളത് നിങ്ങൾക്കറിയോ? വീട്ടമ്മമാർക്ക് പെൻഷൻ LDF ഗവൺമെന്റ് പ്രഖ്യാപിച്ചതാ. LDF ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ പ്രഖ്യാപിച്ചതാ. അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. പേരെടുത്താൽ ഈ കേരളത്തിൽ ഒരാൾക്ക് പെൻഷൻ കിട്ടും. 3.5 കോടിയാണ് കേരളത്തിന്റെ ജനസംഖ്യ. 62 ലക്ഷം പേർക്ക് പെൻഷൻ കൃത്യമായി വീട്ടിലെത്തിച്ചു കൊടുക്കുന്നു. കുറച്ച് 3-4 മാസത്തെ കുടിശ്ശികയൊക്കെ വന്നപ്പോൾ എന്തായിരുന്നു പ്രശ്നം? ഒരു ചട്ടിയൊക്കെയായിട്ട് ഒരു അമ്മൂമ്മയെ കൊണ്ടുവന്ന് നടത്തിയ പ്രഹസനമെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ആ പെൻഷൻ സമ്പ്രദായത്തെ തകർക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ശ്രമിച്ചപ്പോഴുമെല്ലാം അതിന്റെ മെറിറ്റ് മനസ്സിലാക്കി അതിന്റെ കൂടെ നിൽക്കാതെ UDF-ഉം കോൺഗ്രസും എല്ലാം എത്ര നുണപ്രചരണമാണ് നടപ്പാക്കിയത്. അതൊരു ഭാഗത്ത്. അതുപോലെ കിഫ്ബി ഉപയോഗിച്ച് 90,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തി പശ്ചാത്തല വികസന രംഗത്ത് വിപ്ലവകരമായ മാറ്റം വരുത്തി ഈ നാട് ലോകത്തിന് മാതൃകയായിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ പുതിയ വികസന പ്രവർത്തനങ്ങളുമായിട്ട് മുന്നേറുമ്പോഴാണ് ഒരു ഗ്രാമപഞ്ചായത്തിൽ അനുവദിക്കപ്പെട്ട പണം പോലും വിനിയോഗിക്കാതെ, പദ്ധതികൾ പോലും പൂർത്തീകരിക്കാതെ ആ പഴയ കെട്ടകാലത്തേക്ക് നമ്മെ തിരിച്ചു കൊണ്ടുപോകുവാനുള്ള ശ്രമം UDF-ഉം കോൺഗ്രസും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമാണോ വിദ്യാഭ്യാസ രംഗത്തുണ്ടാകുന്ന മാറ്റം? നിങ്ങൾക്കറിയോ, ഈ കേരള സർവകലാശാല, നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സർവകലാശാല, 81 ലോകരാജ്യങ്ങളിലെ കുട്ടികളാണ് ഈ വർഷം അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. ലോക ഭൂപടം എടുത്തു നോക്കിയാൽ ആകെ 180-185 രാജ്യങ്ങളേ ഉള്ളൂ. അതിൽ 1/3 രാജ്യങ്ങളിലെ കുട്ടികൾ, കൃത്യമായി പറഞ്ഞാൽ 2620 കുട്ടികൾ കേരള യൂണിവേഴ്സിറ്റിയിൽ വന്ന് അഡ്മിഷൻ എടുത്തിരിക്കുകയാണ്. ഞാനിത് സൂചിപ്പിക്കാൻ കാരണം, ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബായി നമ്മുടെ നാട് മാറുന്നു. കോട്ടയത്തെ MG യൂണിവേഴ്സിറ്റി 64 ലോകരാജ്യങ്ങളിലെ കുട്ടികൾ അഡ്മിഷൻ എടുത്തിരിക്കുന്നു. കൊച്ചി യൂണിവേഴ്സിറ്റി 55 ലോകരാജ്യങ്ങളിലെ കുട്ടികൾ ഈ കേരളത്തിൽ വന്ന് പഠിക്കുകയാണ്. ഞാനിത് സൂചിപ്പിക്കാൻ കാരണം, വിദ്യാഭ്യാസ രംഗത്തൊക്കെ സമാനതകളില്ലാത്ത മുന്നേറ്റവുമായി നമ്മുടെ നാട് മുന്നേറുമ്പോ ഈ നമ്മുടെ പഞ്ചായത്തിലെ സാധാരണക്കാർക്ക് ഒരു പഠനമുറിയും അതുപോലെ തന്നെ അവർക്കുള്ള മറ്റു സഹായങ്ങളും, വിദ്യാഭ്യാസ സഹായങ്ങളും, ലൈബ്രറി സൗകര്യങ്ങളും, അതുപോലെ അവർക്ക് ഏതെങ്കിലും ഡിജിറ്റൽ സൗകര്യങ്ങൾ ആവശ്യമാണെങ്കിൽ അതടക്കം കൃത്യമായി പദ്ധതികൾ മുന്നോട്ട് വെച്ച് ഈ നഷ്ടപ്പെട്ടു പോകുന്ന കോടിക്കണക്കിന് രൂപയിൽ നിന്ന് ഈ സാധാരണക്കാർക്ക് വിതരണം ചെയ്യാനുള്ള ഒരു വിശാല ആസൂത്രണത്തോടെയുള്ള ഇടപെടൽ നടത്താൻ ഈ പഞ്ചായത്തിന് കഴിയേണ്ടതില്ലേ? അല്ലെങ്കിൽ രാജിവെച്ച് പോകണം. അനുവദിക്കപ്പെട്ട പണം പോലും ചെലവഴിക്കാതെ അത് ലാപ്സാക്കി നശിപ്പിച്ച് കളയാൻ ഉള്ള സാഹചര്യം ഒരുക്കാതെ ഈ സാധാരണക്കാർക്ക് അർഹതപ്പെട്ട സാഹചര്യം സൃഷ്ടിക്കണ്ടേ? അത് സൃഷ്ടിക്കുന്നില്ലല്ലോ. ഇവിടെയും ഉണ്ടല്ലോ നമ്മുടെ നഗറുകൾ, പണ്ട് കോളനികൾ എന്നറിയപ്പെടും, ഇന്ന് നഗറുകൾ എന്ന് നമ്മൾ അഭിമാനത്തോടെ വിളിക്കും. അവിടെയും ഉണ്ടല്ലോ എല്ലാ തരത്തിലും സൗകര്യം ഉറപ്പുവരുത്തേണ്ട വീടുകൾ, പശ്ചാത്തല സൗകര്യം വികസിപ്പിക്കേണ്ട മേഖലകൾ, അതുപോലെ തന്നെ ബാത്റൂം സൗകര്യങ്ങൾ ഇല്ലാത്ത വീടുകൾ ഉണ്ടാകാൻ പാടില്ല. ഏറ്റവും മെച്ചപ്പെട്ട സൗകര്യം തന്നെ കൊടുക്കണം. അത്തരത്തിൽ വയോജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പദ്ധതികൾ നടപ്പാക്കണം. നമുക്കറിയാം, മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം ആയുർദൈർഘ്യം 65-66 ആകുമ്പോൾ നമ്മുടെ ആയുർദൈർഘ്യം 78-79 ആണ്. അത് 2011 സെൻസസ് പ്രകാരമാണ്. അതിനുശേഷം സെൻസസ് നടന്നിട്ടില്ല. ഇപ്പൊ നോക്കിയാൽ 80-85 കേരളത്തിൽ ആയുർദൈർഘ്യം. അതായത് നമ്മുടെ മാതാപിതാക്കൾ, മുത്തശ്ശന്മാർ, മുത്തശ്ശിമാർ ഇവരെല്ലാം വീട്ടിലുണ്ട്. അവർക്ക് അതിൽ തന്നെ കിടപ്പ് രോഗികളുണ്ട്. പാലിയേറ്റീവ് പ്രവർത്തനത്തിന്റെ ഭാഗമായി ഉൾപ്പെടുത്തേണ്ടവരുണ്ട്. പലതരത്തിൽ സഹായം കൊടുക്കേണ്ടവരുണ്ട്. വീൽ ചെയറായിട്ടും അല്ലെങ്കിൽ അവർക്ക് മരുന്നായിട്ടും മറ്റു സഹായവുമായിട്ടും എല്ലാം അവരുടെ ശ്രദ്ധിക്കേണ്ട മേഖലകൾ ധാരാളമുണ്ട്. അത്തരത്തിൽ എത്രയോ മനോഹരമായ പദ്ധതികൾ നടപ്പാക്കാൻ കഴിയും. അത്തരത്തിൽ കോടികൾ നഷ്ടപ്പെടുത്തുമ്പോൾ ഇവർക്ക് ആ വയോജനങ്ങളെയെങ്കിലും കിടപ്പ് രോഗികളെങ്കിലും ഇവരുടെ ശ്രദ്ധയിലേക്ക് വരുന്നില്ലല്ലോ. എല്ലാം പോട്ടെ, ഒരു പഞ്ചായത്തിൽ ഒരു വലിയ സ്റ്റേഡിയം, ഓരോ വാർഡുകളിലും ഷട്ടിലെങ്കിൽ ഷട്ടില്, വോളിബോളെങ്കിൽ വോളിബോള്, കുട്ടികൾക്ക് ഇരുന്ന് കളിക്കാൻ പറ്റുന്ന ക്യാരംസ്, ചെസ് ബോർഡ് വെക്കാൻ ക്ലബ്ബ്, വായനശാല, അത്തരത്തിൽ ഒരു വിജ്ഞാന സമൂഹത്തെ വാർത്തെടുക്കാൻ എത്രയോ മഹത് പദ്ധതികൾ
ഓരോ പഞ്ചായത്തും നടപ്പാക്കുന്നു. ഇവിടെ എന്താ പദ്ധതികൾ? ഒരു പദ്ധതികളുമില്ല. അനുവദിക്കപ്പെട്ട പണം തന്നെ ലാപ്സായി കളയുകയാണ്. നാളെ നമ്മുടെ നാടിനെ നയിക്കേണ്ട യുവജനങ്ങളെ സാമൂഹ്യ ബോധത്തോടെ വളർത്തിയെടുക്കാൻ, പുതിയ പുതിയ തലത്തിലേക്ക് അവരെ കൈപിടിച്ചുയർത്താൻ എത്രയോ ആകർഷകമായിട്ടുള്ള പദ്ധതികൾ നടപ്പാക്കാൻ കഴിയും. എല്ലാം പോട്ടെ, ഇന്നലെ ലഹരി വിരുദ്ധ ദിനമായിരുന്നു. നമുക്കറിയാം, രാജ്യത്ത് മാത്രമല്ല ലോകത്താകമാനം ലഹരിയുടെ ഉപയോഗം കൂടിക്കൂടി വരികയാണ്. ഇന്ത്യയിലെ കണക്ക് പ്രകാരം 2.8% ആളുകൾ ലഹരി ഉപയോഗിക്കുന്നവരാണ്. അതായത് 3.5 കോടി ജനങ്ങൾ ഒന്നെങ്കിൽ മദ്യം അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരാണ്. അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എത്രയോ ആകർഷകമായ പദ്ധതി പഞ്ചായത്തിന് മുന്നോട്ട് വെക്കാൻ കഴിയും. നമുക്കറിയാം എത്രയോ പദ്ധതികൾ. ഇവിടെ എന്താ ഏതെങ്കിലും പദ്ധതി ഉണ്ടോ? മറിച്ച് ഏതെങ്കിലും ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടോ? പ്രതിരോധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടോ? പഞ്ചായത്ത് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന പദ്ധതി ഇന്നതാണ് എന്ന് മുന്നോട്ട് വെക്കാൻ ഏതെങ്കിലും ഒരു ആശയമുണ്ടോ? ഇതിനൊക്കെ പണം മാറ്റിവെക്കാനും സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് സഹായവും നിർദ്ദേശവും മേടിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇതൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിലെ ജനങ്ങൾ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. മാറ്റാൻ തയ്യാറാകാത്ത, വികസന പ്രവർത്തനങ്ങളോട് മുഖം തിരിക്കുന്ന, ക്ഷേമ പ്രവർത്തനങ്ങളോട് മുഖം തിരിക്കുന്ന, ഗവൺമെന്റ് അനുവദിക്കുന്ന പണം പോലും ചിലവഴിക്കാൻ ഉള്ള മനസ്സ് കാണിക്കാത്ത ഈ ജനദ്രോഹികൾ ഇവിടെ ഇനി ഭരണത്തിൽ തുടരണമോ എന്ന് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്.